പല കണ്ടീഷൻസും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. പ്രഥമ ദൃഷ്ടിയ അത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പോയിട്ടില്ല. ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ്. പ്രഥമ ദൃഷ്ടിയ അതിൽ കഴമ്പില്ല, അതുകൊണ്ട് തള്ളിക്കളയുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ ആവില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതികളുണ്ടല്ലോ, അത് ഇറാനും സ്വീകാര്യമല്ല. അമേരിക്ക ഇപ്പോൾ ഒരു 9 ഇന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇറാൻ കേൾക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്ന സന്ദേശവാഹകനിലൂടെ ഹംസത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനിടയിൽ പെടുന്ന നട്ടം തിരിയുകയാണ്. കാരണം ഒരു രീതിയിലും ഒരു പോയിന്റിൽ പോലും എഗ്രിമെൻ്റ് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ ഇറാൻ പറയുന്നു, ആണവമാണ് വിഷയം എങ്കിൽ വി ആർ റെഡി ഫോർ ഇൻസ്പെക്ഷൻ. നമുക്കിടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ന്യായമായ ഒരു ചോദ്യമുണ്ട്. 2015 ഒരു സമഗ്രമായ ഒരു കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, എ ഡീൽ ബിറ്റ്വീൻ America and Iran took place with the consent and knowledge of Russia, China, France and Britain. ഈ 4 രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളാണ്. അമേരിക്കയും അതുതന്നെ, അതിന് പുറത്ത് ഇറാനും. അപ്പോൾ ഇങ്ങനെ 5+1 6 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സമാധാന കരാറാണ്. ഈ കരാറിൽ നിന്നും പിന്നാക്കം പോയത് ഇറാൻ അല്ല. ഡൊണാൾഡ് ട്രംപ് ആദ്യ ഊഴം അധികാരത്തിൽ വന്ന് പിറ്റേ വർഷം 2018 അദ്ദേഹം ഏകപക്ഷീയമായി ഈ ഡീൽ ഉപേക്ഷിച്ച് പിന്മാറുകയാണ്. അമേരിക്ക പലതിൽ നിന്നും പിന്മാറി.